ഹലോ ഗായ്സ്, അഗെയിൻ ഞാൻ തന്നെ. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ചയായിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇംഗ്ലീഷിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട്, പഠിക്കുന്നതിൻ്റെ ഒക്കെ. ഇതിപ്പോൾ എനിക്കൊരു തോന്നിയതാണ്. ഞാൻ ഇന്ന് ഒരു ദിവസം മാത്രം മൊബൈൽ സ്ക്രോൾ ചെയ്ത് 12 മണിക്കൂറാണ്. അതായത് ഒരു ദിവസത്തിൻ്റെ പകുതി. എനിക്കപ്പോൾ ഇത് അഡിക്റ്റായി പോയി. അപ്പോൾ ഇതെനിക്ക് എന്തൊക്കെ വന്നാലും നിർത്തിയേ പറ്റൂ. കാരണം വെറുതെ ഒരു ആവശ്യമില്ല. ഞാൻ ഇന്ന് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഇരുന്നതാണ്. പക്ഷേ ഒന്നും നടന്നില്ല. വെറുതെ ഫോണിൽ തോണ്ടി, പ്രത്യേകിച്ചൊന്നുമില്ല. ഇൻസ്റ്റഗ്രാം വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ടൈം പോയി. എൻ്റർടൈൻമെൻറ്റും മാത്രം. അപ്പോൾ ഞാൻ ഇപ്പോഴും എൻ്റെ ആഗ്രഹിച്ച ജോലി ഇപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അതുപോലെ എൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് നടത്താനുണ്ട്. അതൊന്നും എൻ്റെ ലൈഫിൽ നടത്തണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇതുവരെയായിട്ട് നടത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുമ്പോഴും ഇങ്ങനെ ഡിസ്ട്രാക്ഷനായി പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കുകയാണ്. 6 മാസത്തേക്ക്, ഇന്ന് മുതൽ 6 മാസത്തേക്ക് ഞാൻ സ്ക്രോൾ ചെയ്യില്ല. 6 മാസത്തേക്ക് ഞാൻ സ്ക്രോളിങ്, അതായത് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ വന്നിട്ട് റീലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യില്ലേ, അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റിൽ സ്ക്രോൾ ചെയ്യില്ലേ, അങ്ങനെ സ്ക്രോൾ ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ്. അതുകൂടാതെ ഇന്ന് മുതൽ മാക്സിമം 4 മണിക്കൂർ മൊബൈൽ സ്ക്രീൻ ടൈം. അപ്പോൾ അതാണ് ഇന്ന് എൻ്റെ തീരുമാനം. ഇനിയപ്പോൾ അതിനുള്ള കാര്യങ്ങൾ റെഡിയാക്കണം. കാരണം ഇനി ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരുന്ന പറ്റില്ലല്ലോ, എന്തൊരു ടൈം വേസ്റ്റ് ചെയ്യണം. അതുപോലെ ഞാൻ ഇനി ഈ മാസം കഴിയാറായി. പക്ഷേ ഒരുവിധമൊക്കെ ഏകദേശം റെഡിയായി. അപ്പോൾ ഞാനപ്പോൾ ഈ മാസത്തെ എൻ്റെ പ്ലാനുകൾ ഞാൻ കാട്ടിത്തരാം. അപ്പോൾ എനിക്ക് അത് അച്ചീവ് ചെയ്യണമെന്നാണ് ആഗ്രഹം. പിന്നെ ഇംഗ്ലീഷ് പഠിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞ പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പയ്യെ ഇംഗ്ലീഷ് സംസാരിച്ച് ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് എങ്ങനെ പയ്യെ അങ്ങനെ റെഡിയാവും. അതങ്ങനെ. പിന്നെ ഓരോ ആൾക്കാരുടെ അടുത്തും ഞാനിങ്ങനെ അങ്ങോട്ട് പോയി സംസാരിക്കുകയാണ്. അവർക്ക് എന്ത് തോന്നുന്നു അറിയില്ല, പക്ഷെ ഞാൻ എന്നെ പരമാവധി പുഷ് ചെയ്യാണ് സംസാരിക്കാനായിട്ട്. കാരണം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്തായാലും വേണമല്ലോ. ഞാനപ്പോൾ പ്ലാൻ ചെയ്ത കാര്യം ഈ മാസം 5 ഇൻ്റർനാഷണൽ കണക്ഷൻസ്, അതായത് നമ്മുടെ നാട്ടിൽ നിന്നല്ലാതെ 5 പുതിയ കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുക. അതായത് പണിസ്ഥലത്തോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ആ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ അതുപോലെ എനിക്കിപ്പോൾ 57 കിലോ ആയിരുന്നു ഈ മാസം തുടങ്ങുന്നതിന് മുന്നേ. അപ്പോൾ എനിക്കത് 60 കിലോയിലോട്ടാക്കണം. അതാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ആക്കും. പിന്നെ യൂട്യൂബിൽ 10 വീഡിയോ ഇടണം. അതുപോലെ 5 കുക്കിംഗ് വീഡിയോ ഇടണം. പിന്നെ എല്ലാ ആഴ്ചയിലും ഗ്രൂം ചെയ്യണം. എനിക്ക് മുടി വെട്ടിയായിരുന്നു, സൈഡൊക്കെ ഒന്ന് എടുത്തു. പിന്നെ ജസ്റ്റ് മീശയും ഇവിടെയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യണം. അങ്ങനെ മീശ പഠിക്കണം. ഇത് മാത്രം വയ്ക്കണുള്ളൂ ഞാൻ, ഈ താടി മാത്രം. അതിവിടുത്തെ സ്റ്റൈല്. പിന്നെന്താ, പിന്നെ ഒരു 50 വേർഡ് പഠിക്കണം ഇംഗ്ലീഷിൽ. പിന്നെ ഒരു ബുക്ക് വായിക്കണം. ഒരു ബുക്ക് വായിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല, തീർക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. പക്ഷേ ഞാൻ എന്തായാലും ട്രൈ ചെയ്യും. ഒരു പകുതിയെങ്കിലും ഞാൻ വായിക്കാൻ നോക്കും. പിന്നെ നല്ലൊരു മെൻറ്ററിനെ കണ്ടുപിടിക്കണം. അത് പാടുള്ള കാര്യവും. അതായത് ലൈഫിൽ സക്സസ് ആയ ഏതെങ്കിലും ഒരു മെൻറ്ററിനെ, അത്യാവശ്യം നോളജും കാര്യങ്ങളൊക്കെ ഒരു മെൻറ്ററിനെ കണ്ടുപിടിക്കണം. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കണം. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നവരോടൊക്കെ എനിക്കിങ്ങനെ സംസാരിക്കാനുള്ളൊരു കഴിവ് ഇത് കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ ഏതെങ്കിലും ചെറിയ ബിസിനസ് ചെയ്യാനുള്ള ഒരു പ്ലാൻ കണ്ടെത്തണം. അങ്ങനെ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ എഴുതി വെച്ചിട്ടുണ്ടൊക്കെ. അതിപ്പോൾ സെറ്റ് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തൊക്കെയായാലും എനിക്കിതൊക്കെ ചെയ്തേ പറ്റൂ. കാരണം എൻ്റെ പിറന്നാൾ കഴിഞ്ഞിട്ട് ഒരു 4-5 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ പിറന്നാൾ മാസം ആയ കാരണം തന്നെ എനിക്ക് ഇപ്പോഴൊരു ചേഞ്ച് പറ്റിയില്ലെങ്കിൽ പിന്നെ എനിക്ക് അപ്പോൾ അങ്ങനെ തീരുമാനിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ എന്തൊക്കെയായാലും ഞാൻ ഇതൊക്കെ ചെയ്തെടുത്തിട്ട് ബാക്കി വീഡിയോകളൊക്കെ ഇടുന്നതായിരിക്കും. പിന്നെ ഇംഗ്ലീഷ് പഠിക്കുന്ന വീഡിയോ ഒക്കെ പയ്യെ വരുന്നതായിരിക്കും. മുഖമൊക്കെ ക്ഷീണിച്ചു. മൊബൈൽ നോക്കി തന്നെ ഫുൾ ടൈം ഇരിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാണ്ട് വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത്. അപ്പോൾ നാളെ മുതൽ ഇനി സ്ക്രോളിംഗ് ഇല്ല. ഓക്കെ, ബൈ. സി യു. അടുത്ത വീഡിയോ വരുന്നവരെ.